പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി നന്ദുവിനെ അനന്തപുരിയിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. വന്നിട്ടില്ലെങ്കിൽ ഞാൻ കുടിക്കും. അന്ന് എൻ്റെ കല്യാണത്തിൻ്റെ രാത്രി സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിനക്ക് ശരിക്കും അറിയാലോ. അപ്പോൾ പിന്നെ നീ വന്നില്ലെങ്കിൽ ഞാൻ കുടിച്ച് ഇവിടെ ആകെ കുളമാക്കും. പിന്നെ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. അതൊന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നെ കാണാൻ വരണം. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നിന്നെ എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുകയാണ് നന്ദുവിനെ. അനി പറഞ്ഞതനുസരിച്ച് ഇനി അനി ആകെ അവിടെ പ്രശ്നമുണ്ടാക്കുമോ എന്ന് കരുതിയിട്ട് നന്ദു ആരും കാണാതെ ഫ്രണ്ട്സിനെ കാണാനെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും അനന്തപുരിയിലോട്ട് വരികയാണ്. അങ്ങനെ നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അനി, നീ എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? നീ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് നിനക്ക് അറിയില്ലേ? അനാമിക ഇത് അറിഞ്ഞാലുള്ള വിപത്തുകളെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഒട്ടും ശരിയല്ല അനി, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദു. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിനക്കറിയാമോ? ഇതൊക്കെ മുന്നേ നീ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം നല്ലതുപോലെ നടക്കുമായിരുന്നു. നീ ഒറ്റ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ അനി, എൻ്റെ ചേച്ചിയൊക്കെ ഇതിന് എതിർപ്പായിരുന്നു, ഇപ്പോഴും എതിർപ്പാണ് എന്നുള്ളതൊക്കെ നിനക്കറിയാവുന്നതല്ലേ. പിന്നെയും നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, അല്ല നീ എന്തിനാണ് അന്ന് മറച്ചു വെച്ചത്? നിന്നോട് സൗഹൃദം മാത്രമേ ഉള്ളൂ, പ്രണയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ല, അന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വിവാഹം ചിലപ്പോൾ നടക്കില്ലായിരിക്കും. പക്ഷെ അനാമികയെ എനിക്ക് വേണ്ട എന്നുള്ളത് ധൈര്യത്തോടു കൂടി എനിക്ക് ആദർശേട്ടനോട് പറയാമായിരുന്നല്ലോ. പക്ഷെ നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദുവിന് കുറ്റബോധവും സങ്കടവും വരുന്നുണ്ട്. എന്നിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ അനി, ഇനി എന്തായാലും ഇങ്ങനെ ശരിയാവില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എനിക്ക് പോകണം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അനി ചെന്നിട്ട് അവർ നിൽക്കുന്ന മുറിയുടെ ഡോറ് അടച്ച് കുറ്റിയിടുകയാണ്. ആ സമയത്ത് നന്ദുവിന് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഉദ്ദേശിച്ചത്? എന്താ നിൻ്റെ പുറപ്പാട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ പേടിക്കൊന്നും വേണ്ട, പിന്നെ നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിയെ തൊടാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ അനി പറയുന്നത് കേട്ടിട്ട് നന്ദു ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, അനി എനിക്ക് പോകണം, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒന്നിക്കും എന്നുള്ളത് 100% ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനി. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല. ഞാൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ എനിക്ക് വേറെ വിവാഹം നോക്കുമെന്നാണ് വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും ഇതിന് ഒട്ടും താല്പര്യമില്ല. പിന്നെ നിൻ്റെ വല്യമ്മ വരെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ തമ്മിൽ കാണരുതേ എന്നുള്ളതും അനാമികയും നീയും തമ്മിൽ പിരിയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് നന്ദു. അങ്ങനെ പിന്നീട് അവർ കൂടുതൽ നേരം സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അനിക്ക് സങ്കടം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നന്ദു പോകുന്ന കാഴ്ച നമ്മുടെ ദേവയാനി കാണുകയും ദേവയാനി അക്കാര്യം നയനയെ വിളിച്ച് അറിയിക്കുകയും നയന അക്കാര്യത്തെക്കുറിച്ച് ആദർശിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് നമ്മുടെ ആദർശ് അനിയോട് ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ ആ സമയത്ത് അനി സത്യം പറയുന്നുണ്ട്. എന്നാലും തർക്കിച്ച് ഇനിയും ഞാൻ കാണും, എനിക്കെന്തായാലും അനാമികയെ ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയില്ലായിട്ടാ എന്നൊക്കെ തുറന്ന് പറയുകയാണ്. അപ്പോൾ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് നീ തുറന്ന് പറയേണ്ട സമയത്ത് പറയണമായിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ബന്ധം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ആദർശ് പറയുകയാണ്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി അനിയെ കണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അനി ഇനിയും കാണും, ഇനിയും സംസാരിക്കും എന്നുള്ള രീതിയിലൊക്കെ ദേവയാനിയോട് തർക്കിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ അനാമികയെക്കുറിച്ച് ആലോചിക്കാത്തത്? നിനക്കിഷ്ടമുണ്ടെങ്കിൽ അത് ആദ്യം തുറന്ന് പറയണമായിരുന്നു. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടല്ല മറ്റൊരു പെൺകുട്ടിയെ ഇങ്ങനെ ഇതാക്കേണ്ടത്. അതൊന്നും ശരിയല്ല, അതൊന്നും ഞാൻ എന്തായാലും അനുവദിച്ച് തരില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആരൊക്കെ അനുവദിച്ചില്ലെങ്കിലും ഞാൻ നന്ദുവിനെ കാണും, ഞങ്ങൾ ഒന്നിക്കേണ്ടവർ തന്നെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി അനിയുടെ മുഖത്ത് അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അവർ.